ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമിലി ഡിക്കിൻസൺ എഴുതിയ ദർ ഈസ് സംതിങ് ക്വൈറ്റർ ദാൻ ഡെത്ത് എന്ന പോവാണ്. 1858 60 കാലഘട്ടങ്ങളിലാണ് ഡിക്കിൻസൺ ഇങ്ങനൊരു പോം എഴുതുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് പോത്തിലേക്ക് കിടക്കാം. പോം ബിഗിൻ ചെയ്യുന്നത് നമ്മുടെ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന സെയിം ടൈറ്റിലോട് കൂടി തന്നെയാണ്. ദർ ഈസ് സംതിങ് ക്വൈറ്റർ ദാൻ സ്ലീപ്പ്. അതായത് സ്ലീപ്പിനേക്കാളും ക്വൈറ്റായിട്ട്, നമുക്കറിയാം സ്ലീപ്പാണ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു മോഡാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അതിലും ക്വൈറ്റ് ആയിട്ടുള്ളൊരു മോഡ് ഒന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് ദ പ്രസൻസ് ഓഫ് ഡെത്ത് വ്യക്തമാണ്. സെക്കൻഡ് ലൈൻ, വിത്തിൻ ദിസ് ഇന്നർ റൂം, അതായത് ഈ ഒരു മുറിയിൽ ഐ ക്യാൻ സെൻസ് ഡെത്ത്, ഐ ക്യാൻ ഫീൽ ഡെത്ത് എന്നുള്ള ലൈനാണ് പറയുന്നത്. ഈ മുറി എന്ന് പറയുന്ന ഇന്നർ റൂം എന്ന് പറയുന്നത് മേ ബി ഒരു പ്രൈവറ്റ് സ്പേസ് ആവാം, ലൈക്ക് എ ബെഡ്റൂം, അതല്ലെങ്കിൽ ഒരു കോഫീൻ ആവാം. തേർഡ് ലൈനിൽ ഇറ്റ് വെയേഴ്സ് എ സ്പ്രിങ് അപ്പോൺ ഇറ്റ്സ് ബ്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഷീസ് ടോക്കിംഗ് അബൌട്ട് എ ഡെഡ് ബോഡി. അതിന് മുന്നേ വരെ നമുക്ക് വേണമെങ്കിൽ ഡെത്ത് എന്നുള്ളൊരു ഓവറോൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു ലൈനിൽ ഇറ്റ് വെയേഴ്സ് എ സ്പ്രിങ് അപ്പോൺ ഇറ്റ്സ് ബ്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് തൻ്റെ മുന്നിലിരിക്കുന്ന ഡെഡ് ബോഡി സ്പ്രിങ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്മോൾ ബ്രാഞ്ച് ഓഫ് ഫ്ലവർ, എ സ്മോൾ ഫ്ലവർ എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. അതായത് അവരവരുടെ ചെസ്റ്റിലായിട്ട് ഒരു ഫ്ലവർ അണിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നോക്കിയാൽ ഈ വിക്ടോറിയൻ ഫ്യൂണറലിൽ അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട്. നമ്മളിപ്പോൾ വെസ്റ്റേൺ മൂവീസ് കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അവരുടെ ചെസ്റ്റിൽ ഒരു ഫ്ലവർ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് വെയേഴ്സ് എ സ്പ്രിങ് അപ്പോൺ ഇറ്റ്സ് ബ്രസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് വിൽ നോട്ട് ടെൽ ഇറ്റ്സ് നെയിം. ഈ ലൈനിൽ ഡെത്ത് റെഫ്യൂസ് ടു റിവീൽ ഇറ്റ്സ് ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. റിമൈനിങ് മിസ്റ്റീരിയസ് ആൻഡ് അൺനോബിൾ. മറ്റൊരർത്ഥം നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞൊരു ഡെഡ് ബോഡി ആണെന്ന് പറഞ്ഞു, ആ ഡെഡ് ബോഡിക്ക് ഒരു പേരില്ല. ബിക്കോസ് ഇതിനു മുന്നേ ഒരു പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ മരണത്തോട് കൂടിയിട്ട് ആ പേര് അവിടെ നഷ്ടമാവാണ് ചെയ്യുന്നത്, അത് മെമ്മറി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ അർത്ഥത്തിൽ കൂടി നമുക്കത് എടുക്കാൻ സാധിക്കും. ഒന്നുകിൽ നമുക്ക് ഡെത്ത് എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. അതല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡെഡ് ബോഡി ആയി മാറി, അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലാതെ ഒരു പെർട്ടിക്കുലർ നെയിം അതിനില്ല, ഇല്ല എന്നുള്ള മീനിങ്ങിലും നമുക്കത് എടുക്കാൻ സാധിക്കും. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ എത്രയേ ഉള്ളൂ, അവരൊരു മുറിയിലാണ് നമുക്ക് സങ്കല്പിക്കാം. ആ മുറിയിൽ അവർക്ക് സ്ലീപ്പിനേക്കാളും ഉറക്കത്തെക്കാളും ക്വയറ്റായിട്ടുള്ള ഡെത്തിനെ കാണാൻ സാധിക്കും. അതായത് ഒരു ഡെഡ് ബോഡി അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഡെഡ് ബോഡിയുടെ ചെസ്റ്റിലായിട്ട് ഒരു ഫ്ലവർ ഹോൾഡ് ചെയ്ത്. ഓക്കെ, ലൈൻ 5, അതായത് രണ്ടാമത്തെ സ്റ്റാൻസ് ബിഗിൻ ചെയ്യുന്നത് സം ടച്ച് ഇറ്റ് ആൻഡ് സം കിസ് ഇറ്റ്. അതായത് ഇവിടെ കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. അതിൽ ചെറിയ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡെഡ് ബോഡിയെ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഇന്ററാക്ഷൻ വിത്ത് ബോഡി ഫിസിക്കലി ഷോയിങ് അഫെക്ഷൻ ഓഫ് ഫേവൽ. ചിലവർ ടച്ച് ചെയ്യുന്നുണ്ട്, ചിലവർ തന്നെ കിസ് ചെയ്യുന്നുണ്ട്, അതായത് അന്തചുംബനം കൊടുക്കുന്നുണ്ട്. സം ഷീഫ് ഇസ് ഐഡിൽ ഹാൻഡ്. ഷീഫ് എന്ന് പറയുന്നത് ഒരു റബ്ബാണ്. അതായത് മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഡെഡ് ബോഡിയുടെ കോപ്സിന്റെ ഹാൻഡ് പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തിരുമുന്നുണ്ട്. അതൊരു അറ്റംപ്റ്റ് ടു റിസ്റ്റോർ ആണ്. അതായത് ഒരു ചൂട് ആ ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമോ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ഹെൽപ്ലെസ്നെസ്സിനോ അതൊക്കെയാണ് അവർ കാണിക്കുന്നത്. ഇറ്റ് ഹാസ് എ സിമ്പിൾ ഗ്രാവിറ്റി. സോ ഇവിടെ സിമ്പിൾ ഗ്രാവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സോളം ഡിഗ്നിറ്റിയാണ്. അതായത് ഡെഡ് ബോഡി ഇപ്പോഴും ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏകാന്തമായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. സോ ഇതിലൂടെ നമ്മുടെ സ്പീക്കറിന്റെ കൺഫ്യൂഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ആ സൈലന്റ് പവർ, ഡെത്തിന്റെ ഒരു സൈലന്റ് പവറിന്റെ അതിന് അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, തേർഡ് സ്റ്റാൻസ്, ഫൈനൽ സ്റ്റാൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഐ വുഡ് നോട്ട് വീപ്പ് ഇഫ് ഐ വർ ദേർ. അതായത് ഞാൻ അവരാണെങ്കിൽ, ഓക്കെ, അവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ ഇതുപോലെ കരയില്ല എന്ന് പറയുന്നുണ്ട്. ഹൗ റൂഡ് ഇൻ വാണ്ട് ടു സോബ്. അത് നമ്മുടെ പോയിട്ട് പറയുന്നല്ല, നമ്മുടെ സ്പീക്കർ പറയുന്നത് ഇങ്ങനൊരു അവസ്ഥയിൽ ഈ കരയുക എന്ന് പറയുന്നത് തന്നെ ഒരു റൂഡായിട്ടുള്ള ഒരു മോശപ്പെട്ടൊരു കാര്യമാണ് എന്നത് പറയുന്നത്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ തികച്ചും ഇനപ്രോപ്രിയേറ്റഡ് ആണ് ഇങ്ങനൊരു കാര്യം എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. അതിനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ആ ഡെത്തിന്റെ ആ പീസിനെ ഡിസ്ട്രോയ് ചെയ്യാണ്, അല്ലെങ്കിൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്താണ് നമ്മുടെ സ്ലീപ്പിനേക്കാളും ക്വയറ്റ് ആണെന്ന് പറഞ്ഞില്ലേ.
അപ്പം അങ്ങനെയുള്ളൊരു ക്വയറ്റായുള്ള ഒരു അവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ആ ഡെത്തിൻ്റെ ആ പീസ്ഫുൾനെസ്സിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈനിൽ മൈറ്റ് സ്കെയർ ദ ക്വൈറ്റ് ഫെയറി എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഈ അലമുറയിട്ട് കരയുന്നത് ആ പീസ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഫെയറി എന്ന് പറയുന്നത് ഇവിടെ സോളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ സോളിനെ എന്ത് ചെയ്യാൻ പറ്റും, അത് ഫ്രൈറ്റൻ ചെയ്യിപ്പിക്കും, ഭയപ്പെടുത്തും ഉദ്ദേശിക്കുന്നത് ആ ഒരു നിശബ്ദതയിൽ അലിഞ്ഞു ചേരുന്ന ആത്മാവിനെ പോലും അതിനെ ഭംഗം വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ അലമുറ, നിങ്ങളുടെ ആ ഗ്രീഫ് സൗണ്ട് കാരണമാക്കും എന്ന് പറയുന്നു. ബാക്ക് ടു ഹർ നേറ്റീവ് വുഡ്. ആക്ച്വലി ആ സോൾ എങ്ങോട്ടാണ് പോകുന്നത്, അവളുടെ നേറ്റീവ് വുഡ് എന്ന് പറയുന്നത് അവരെങ്ങോട്ടാണോ വന്നത് അവിടേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് പറയുന്നത്. ആ ഒറിജിനിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. അവിടെ വുഡ് എന്നൊരു സിംബോളൈസേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അത് നേച്ചറിനെ വേണം സൂചിപ്പിക്കാം, അത് നേച്ചറിലേക്കുള്ള തിരിച്ചുപോക്കായിട്ട് കണക്കാക്കാം. അല്ലെങ്കിൽ എവിടെ നിന്നാണോ ആ ആത്മാവ് വന്നത്, ആ സോള് വന്നത്, അവിടേക്കുള്ള തിരിച്ചുപോക്കായിട്ടും കണക്കാക്കാം. അങ്ങനെ പോകുന്ന പീസ്ഫുള്ളായിട്ട് പോകുന്ന ഒരു ആത്മാവിനെ, ഒരു സോളിനെ നിങ്ങൾ വെറുതെ ആ പ്രോസസ്സിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ്, അതിൻ്റെ ആ ഭംഗി കുറയ്ക്കുകയാണ് എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ, ഓക്കെ, ഫോർത്ത് സ്റ്റാൻസ, ലാസ്റ്റ് സ്റ്റാൻസിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നമ്മുടെ സൊസൈറ്റിയുടെ റെസ്പോൺസ് ടു ഡെത്ത് ആണ്. അതായത് ഡെത്തിനെ എങ്ങനെയാണ് സൊസൈറ്റി കാണുന്നത് എന്നാണ് കാണുന്നത്. നോക്കാം. വൈറ്റ് സിമ്പിൾ ഹാർട്ടഡ് നെയ്ബേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അതിൽ നെയ്ബേഴ്സും ഉണ്ട്. സിമ്പിൾ ഹാർട്ടഡ് ആയില്ല, അത് ഓർഡിനറി പീപ്പിളാണ് പറയുന്നത്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് പ്ലെയിൻലി അബൌട്ട് ദ ഡെത്ത്, ചാറ്റ് ഓഫ് ദ ഏർലി ഡെത്ത്. അവരെന്താ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത് വെച്ചാൽ ഏർലി ഡെത്ത് ആണ്. അയ്യോ, ഈ ചെറു പ്രായത്തിൽ തന്നെ മരിച്ചല്ലോ എന്നുള്ള ഒരു ടോപ്പിക്കാണ് വരുന്നത്. സോ നമുക്ക് മനസ്സിലായി ഇപ്പോൾ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വലിയ പ്രായമില്ല. ഓക്കെ, ഈവൻ ദോ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ അവർ പറയുന്നതും സെയിം കാരണം തന്നെയാണ്, നല്ലൊരു മനുഷ്യനായിരുന്നു, നേരത്തെ പോയി എന്നുള്ളൊരു ടോക്ക്. അതൊരു കോമൺ ആയിട്ടുള്ള ക്ലീഷ ആയിട്ടുള്ള ഡയലോഗാണ്. അതുകൂടി നമ്മുടെ സ്പീക്കർ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വി പ്രോൺ ടു പെരിഫ്രേസിസ്. ഓക്കെ, ലൈൻ 15 ഈ വി എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കറിന്റെ അതേ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും ഈ ഒരു ഡയലോഗ് പറയില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം പറയില്ല, ഏർലി ഡെഡ് എന്ന് നമ്മൾ പറയാറില്ല. അതിന് മറിച്ച് നമ്മൾ പറയുന്നത് റിമാർക്ക് ദ ബേർഡ്സ് ഹാവ് ഫ്ലഡ് എന്നാണ്. അതായത് ഇവിടെ ഫ്ലഡ്, ബേർഡ്സ് എന്ന് പറയുന്നത് പക്ഷി പാറിയകുന്നു അല്ലെങ്കിൽ കൂടണഞ്ഞ പക്ഷി തുടങ്ങിയ ഒരു കാവ്യാത്മക രീതിയിൽ മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇവിടെ ബേർഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് സോളാണ്. ആ ഫ്ലൈറ്റ്, സോള് പറന്നകന്നു. അതൊരു പക്ഷിയായിട്ട് കണക്കാക്കുമ്പോൾ ഒരു പക്ഷി ഇവിടെ നിന്നും പറന്നകന്നു എന്നുള്ളൊരു മീനിങ്ങിൽ ആ രീതിയിൽ മാത്രമേ ഞാൻ അടക്കമുള്ള ആൾക്കാർ പറയാറുള്ളൂ, ഡയറക്റ്റ് ആയിട്ട് പറയാറില്ല എന്നാണ് പറയുന്നത്. അതിനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റി എപ്പോഴും അതൊരു ആ ഡെത്തിന് ഒരു ഹാർഷായിട്ടുള്ള ഒരു റിയാലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ പോയിറ്റിലേക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിപ്പാച്ചറാണ്, ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അത്ര ഹാർഷായ രീതിയിൽ നമ്മുടെ പോയിന്റ് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. കാരണം എന്ന് വെച്ചാൽ അത് എവിടെ നിന്ന് വന്നോ അവിടേക്ക് ഒരു മടക്കിപ്പോക്കാണ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ഒരിക്കലും ഹാർഷായിട്ട് അല്ലെങ്കിൽ നമ്മൾ അലമുറയിട്ട് ബഹളം വെച്ചിട്ടല്ല അങ്ങനെ ഒരു വ്യക്തിയെ യാത്ര അയക്കേണ്ടത്. നേരെ മറിച്ച് സമാധാനത്തോടു കൂടി പീസ്ഫുള്ളായിട്ട് വേണം, ഒരു മൗനത്തോടു കൂടി വേണം എന്ന് പറയുന്നത്. ഈ മൗനം എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു, അവിടെ ഒരു സൈലൻസ് ആണ്, ഡെത്ത് സൈലൻസ് ആണുള്ളത്. ആ സൈലൻസ് നമ്മൾ ഒരിക്കലും ഭംഗം വരുന്നത് പാടില്ല. സ്ലീപ്പിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു സൈലൻസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ക്വൈറ്റർ ദാൻ സ്ലീപ്പ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഓവറായിട്ട് സമ്മറി നോക്കുവാണെങ്കിൽ ഡിക്കിൻസൺ എക്സ്പ്ലോർ ചെയ്യുന്നത് ഡെത്തിന്റെ സൈലൻസ്, അതുപോലെ തന്നെ മോർണിംഗ് റിച്വൽസ്, ഈ സൊസൈറ്റിയുടെ വ്യൂ പോയിന്റ്, അതുപോലെ തന്നെ പോയിറ്റിന് പറയാനുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് ആൻഡ് ഇൻ ദ വീഡിയോ. ബൈ.